ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഖാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് അഗ്ലോണിമകളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. 550 രൂപയുടെ കോംബോകളാണ് കേട്ടോ നമ്മൾ ഇത്തവണ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. എല്ലാത്തിലും കോമൺ ആയിട്ട് ഒറ്റ പ്ലാന്റ് നമ്മൾ വെച്ചിട്ടില്ല, എല്ലാതും ഡിഫറെൻ്റ് ആയുള്ള വെറൈറ്റികളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. എല്ലാ കോംബോയിലും കേട്ടോ, കോമൺ ആയിട്ടൊന്നും നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ 550 കോംബോ റേറ്റ് വരുന്നത്. CC സെപ്പറേറ്റ് ആണ്. ഇതിൻ്റെ കൊറിയർ വന്നിട്ട് നമുക്ക് മൺഡേ ആണ് കേട്ടോ കൊറിയർ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളിയാഴ്ച തൊട്ട് ഞാൻ കൊറിയർ അയക്കാറില്ല, മൺഡേ ആണ് നമുക്ക് ഇനി കൊറിയർ ഉള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓഫറിലുള്ള വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഇതേ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് റെഡ് ഏഞ്ചലിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല കളറുള്ള പ്ലാന്റാണ്, അത്യാവശ്യം വലിപ്പം. അതായത് റെഡ് ഏഞ്ചൽ അധികം ഹൈറ്റ് വരാത്ത പ്ലാന്റാണ്. അപ്പോൾ അതിന് നോർമൽ ഒരു റെഡ് ഏഞ്ചലിന് വേണ്ട ഹൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കുള്ളത് ലെഗസിയുടെ പ്ലാന്റാണ് കേട്ടോ. ലെഗസി അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇതാണ് സൈസ് വരുന്നത് ലെഗസിയുടെ. ഫ്ലവറൊക്കെ വരുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം മെച്ചൂർഡായ പ്ലാന്റാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതേ തീരെ ചെറുതൊന്നുമല്ല കേട്ടോ, എന്നാൽ അത്യാവശ്യം ലീഫുകളൊക്കെ വലിപ്പമായിട്ടുള്ള പ്ലാന്റാണേ. ഒന്നും സീലിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളോ ചെറുതോ ഇല്ല കേട്ടോ, അത്യാവശ്യം ഒരു മീഡിയം സൈസ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ അറിയാമല്ലോ ഏകദേശം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഞാൻ സൂം ചെയ്തിട്ടല്ല എടുക്കണേ, ഞാൻ അകത്തി പിടിച്ചിട്ടും അടുപ്പിച്ച് പിടിച്ചിട്ടും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ഫസ്റ്റ് കോംബോ. സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് വരുന്ന പ്ലാന്റുകൾ എന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ഡയമണ്ട് പിങ്ക് കേട്ടോ. ഡയമണ്ട് പിങ്കിൻ്റെ ഒരു പ്ലാന്റാണ്, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ബ്യൂട്ടി. ഇത് ബ്യൂട്ടിയാണ് കേട്ടോ, ഡയമണ്ട് അല്ല. കളറായി വരും കേട്ടോ. പടിയിലത്തെ ലീഫുകൾ കണ്ടോ കളറായിട്ടുണ്ട്, അതുപോലെ കളറായി വരും. ഇതേ ബ്യൂട്ടിയാണ് കേട്ടോ, കളറായി വരണല്ലോ കേട്ടോ. ബ്യൂട്ടിയുടെ ഒരു പ്ലാന്റാണ് ഡയമണ്ട് ബ്യൂട്ടി. രണ്ടും ഒരേ സൈസ് തന്നെയാണ് കേട്ടോ, ചെറിയ പോട്ടാണെങ്കിലും സൈസ് ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഇത് മിൽക്കി വൈറ്റിൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ വരുന്നത്. ഇതിൽ ഫസ്റ്റ് കോംബോ നമുക്ക് 2 സെറ്റ് എടുക്കാനായിട്ടുണ്ടാവും. സെക്കൻഡ് കോംബോ വന്നിട്ട് നമുക്ക് 2 സെറ്റ് തന്നെ എടുക്കാനുണ്ടാവും, സെയിം സൈസിൽ കേട്ടോ. സൈസിൽ ചേഞ്ച് ഇല്ല. അഥവാ സൈസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട് സൈസ്, അല്ലെങ്കിൽ ഞാൻ വെക്കാറുണ്ട് കോംബോയുടെ കൂടെ. ഇതിപ്പോൾ സെയിം സൈസിൽ നമുക്ക് തരാനുണ്ട്, വലിയ വ്യത്യാസങ്ങളില്ലാണ്ട് കേട്ടോ. പിന്നെ അതേ തേർഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് വരുന്നത് ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് പിങ്ക് സോഡിൻ്റെ പ്ലാന്റാണേ. പിങ്ക് സോഡ് എപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം കേട്ടോ, വെള്ളം കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഇത് അഴുകൽ വരും. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. പിന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത്, വെയിലടിക്കണ സ്ഥലത്ത് വെക്കുക പിങ്ക് സോഡ്, അതിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ നമുക്കുള്ളത് ഇതേ സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് റെഡാണേ, ഫ്ലവർ ഇതേ വരുന്നുണ്ട് കേട്ടോ സെൻറ്ററിൽ നിന്ന്. അത്യാവശ്യം മെച്ചൂർഡായ പ്ലാന്റാണ് ഇതേ റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു പ്ലാന്റ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് അഗ്ലോണിമ കോബ്രയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ, ചെറിയ പ്ലാന്റ് എന്നല്ല, അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ തേർഡ് കോംബോ വന്നിട്ട്. പിന്നെ ലാസ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൽ റെഡ് ആൻഡ് ഗ്രീൻ എന്താ പറയുക, രണ്ടും കൂടി കമ്പൈനായുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഗ്രീൻ പീക്കോക്ക് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ്, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. ഇങ്ങനെ ഒരു ഗ്രീനിഷ് പിങ്ക് കളറിൽ, ഒരു തത്തമ്മ കളറിലാണ് കേട്ടോ ഇത് ഇരിക്കുക പ്ലാന്റ്. പിന്നെ സെക്കൻഡ് പ്ലാന്റ് വന്നിട്ട് സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം മദറായിട്ടുള്ള പ്ലാന്റാണ് സ്പാർക്ലിങ്ങിൻ്റെ. പിന്നെ തേർഡ് പ്ലാന്റ് വന്നിട്ട് മെർലിൻ്റെ ഒരു പ്ലാന്റാണ്. ഇതിനകത്ത് 2 ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ എക്സ്ട്രാ. ഇതിലൊരു 3 ലീഫ് വന്നൊരു പ്ലാന്റ് ഉണ്ട്, അതുപോലെ സൈഡിൽ നിന്ന് ഒരെണ്ണം വേറെണ്ണുണ്ട്. പിന്നെ ഒരു വലിയ പ്ലാന്റും. ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ പ്ലാന്റ്. അപ്പോൾ മൊത്തം നമുക്ക് ഞാൻ അകത്തി പിടിച്ച് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് സൈസ് കാണാൻ. മൊത്തം 4 സെറ്റ് കോംബോയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ചില ആൾക്കാർക്കൊന്നും സ്ക്രീൻഷോട്ട് എടുക്കാൻ കിട്ടാണ്ട് കുറേ പേര് എനിക്കിങ്ങനെ കോംബോ ഉണ്ടോ എടുക്കാൻ കിട്ടില്ല ഞാൻ പറഞ്ഞ മെസ്സേജ് അയക്കും. അതുകൊണ്ട് അങ്ങനെ സംശയമുള്ളവർ ഇങ്ങനെ ഫസ്റ്റ് കോംബോ, ഇത് സെക്കൻഡ് കോംബോ, തേർഡ് കോംബോ, ഫോർത്ത് കോംബോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ആ നമ്പർ എത്രാമത്തെ കോംബോ എന്ന് പറഞ്ഞാൽ മതി, അങ്ങനെ അയക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംബോകൾ. 550 കോംബോയുടെ റേറ്റ് വരുന്നത്. CC സെപ്പറേറ്റ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും
താല്പര്യം ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ ഈ ഒരു സെറ്റും 4th 3rd കോംബോ ഓരോ സെറ്റേ കാണുള്ളൂ. എക്സ്ട്രാ നമുക്ക് എടുക്കാനായിട്ട് അവൈലബിൾ അല്ല കേട്ടോ. 1st 2nd 2 സെറ്റ് വെച്ചിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ.